മേടം ഇടവം മിഥുനം. മേടം ഇടവം മിഥുനം. മിഥുനക്കൂറ് രണ്ടാം പാതി. ഓഡീഷൻ നടക്കുന്നത് ഇവിടെയാണോ? ആ, ഇവിടെയാണ്. പക്ഷെ ആരും വന്നില്ല. നിങ്ങള് ഇതിന്റെ ആളാണോ? അല്ല, ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നാ. അവിടെ ഇരിക്കണ്ട, വീഴും ഇങ്ങോട്ടിരുന്നോ. കയ്യ വയ്ക്കാൻ സംഭവം. ഇതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ സെലക്ട് ചെയ്തിട്ടിരിക്കുക. നിന്നോട് ഞാൻ പറഞ്ഞു നേരത്തെ ഇറങ്ങണം, വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ട് നിന്നോണം, സമയത്ത് ഇറങ്ങണ്ട. അതെ, ഓഡീഷൻ കഴിഞ്ഞോ? അറിയില്ല. അറിയോ? ഇല്ല, ആരും വന്നില്ല ഇവിടെ. സമാധാനമായി. ചേട്ടനൊക്കെ ഓഡിഷന് വന്നതാ ആണോ? ചേട്ടനും അല്ലേ? ഞങ്ങളെ ഇന്നലെ ഒരു വർക്ക് കഴിഞ്ഞിട്ട് വന്ന കാരണം കുറച്ച് ലേറ്റായി. സീരിയലിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. കണ്ടിട്ടില്ലേ? ഞങ്ങളെ കണ്ടിട്ടില്ല. അറിയോ മന്മഥൻ മൈനാഗപ്പള്ളി? അതാരാ? ഞാൻ കേട്ടിട്ടില്ല അല്ലേ? ഇല്ല. സീരിയലൊന്നും കാണാറില്ല. സിനിമയൊന്നും കാണില്ല. ഓ ശരി. ഞാന് നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 150ഓളം നാടകങ്ങളിലായിട്ട് 1500 പരം സ്റ്റേജുകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് ഞാൻ. പിന്നെ അങ്ങനെ അത് വന്നു, പിന്നെ സീരിയലായി. ഇപ്പോ ഏതാണ്ട് ഒരു 328 സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. 50ഓളം സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ സീരിയൽ ചെയ്യുന്നില്ല, ഇനിയിപ്പോ സിനിമയിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ അത് ചെയ്ത് നമുക്ക് ഇതാക്കാലോ. ഫോട്ടോ കാണിച്ചെടുക്കാൻ പറ്റിയ ഹണിയുടെ കൂടെ. ഇപ്പൊ മുന്തിരിവള്ളികളുണ്ട്. മുന്തിരിവള്ളികൾ അത് കണ്ടിരുന്ന? എന്താ മുന്തിരിവള്ളി? മുന്തിരിവള്ളികൾ സിനിമ ചേട്ടനറിയില്ല? മുന്തിരിവള്ളി കണ്ടിട്ടുണ്ട്, കറുത്തത്. അതല്ല, വേണ്ട ലാലേട്ടന്റെ. ഇത് ആരാ ഈ വെളുത്ത വിദ്വാൻ? ഇതോ? ഓ, നല്ല കലയുള്ള ആളാ. ആരാ? മോഹൻലാലിനെ അറിയില്ലെന്ന്. എനിക്ക് ഈ വക ആളുകളെ ആരെയും അറിയില്ല. അപ്പൊ സിനിമ കണ്ടിട്ടില്ലേ? സിനിമ ഒന്നും കണ്ടിട്ടില്ല. സിനിമയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? സിനിമയെ കുറിച്ച് എന്താ അറിയാ? ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ അഭിനയിക്കാൻ എങ്ങനെ? സത്യം പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അഭിനയമാണ്. ഇപ്പോ ഉദാഹരണത്തിന് കുട്ടിയുടെ ആരത്? എന്റെ ഹസ്ബൻഡ്. ആ, ഭാര്യയും ഭർത്താവുമാണ്. കുട്ടിയുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, ഞാനൊരു നല്ല ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ മനസ്സ് പറയൂ. ഇയാളുടെ മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ നല്ല ഭർത്താവാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലാതെ മനസ്സ് പറയും. അങ്ങനൊന്നുമില്ല, ഞങ്ങൾ നന്നായിട്ട് തന്നെ ജീവിക്കണം. അതെ, അതങ്ങനെയൊക്കെ പറയാം, അഭിനയിക്കാം നമുക്ക്. ഇപ്പൊ കുട്ടി പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ടാണോ ഈ വിദ്വാന്റെ കൂടെ താമസിക്കുന്നത്? ഒരിക്കലും അല്ല. നോക്കൂ, താൻ തന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത് പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ടാണോ? അല്ല. ഇതൊക്കെ ആണെന്ന് നമ്മൾ അഭിനയിക്കുന്നതല്ലേ, സത്യത്തിലല്ല. അതാണ് അഭിനയവും ജീവിതവും തമ്മിലുള്ള ബന്ധം. മനസ്സിലായോ? ഇനിയിപ്പോ വേറൊരു കാര്യത്തെ പറ്റി പറയാം. ഇനി മാറിയിരിക്കാം അങ്ങോട്ട്. അവിടെ ഇരുന്നാലേ ചിലപ്പോ തകരും. എന്ത് കുടുംബം? നമ്മളെ റെസിഡൻസിന് അന്ന് കളിച്ചില്ലേ? ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വേണ്ട. എന്താ കുട്ടിയുടെ പേര്? മണ്ടോദരിയോ? ഓ, എന്താ പേര്! മണ്ടോദരി എന്ന് പറഞ്ഞ ആരാ? രാവണന്റെ പത്നി. പുരാണത്തിലെ ഇത്ര ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പേര് ആരാ കുട്ടിക്കിട്ടത്? ഞാൻ കുറെ കാലം ഉണ്ടായില്ല, ഒരു 16 വർഷം ഹിമാലയത്തിലായിരുന്നു. എന്താ അവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ആകെ അങ്ങോട്ട് നരച്ച് മുഷിഞ്ഞ് അങ്ങോട്ട് മടുത്തു. ഇവിടെ ബാക്കിയുള്ളവരെ മടുപ്പിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു, പമ്പിലേക്ക്. ഏത് പമ്പില്? പമ്പല്ല, പമ്പയുടെ കരയില് ഒരു പർണാശ്രമം കിട്ടിയിട്ട് അവിടെ ഈ താമസം. ഓ എന്റെ ദൈവം, ഒരു മലവെള്ളം വന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു. എന്താ പർണാശ്രമം എന്ന് പറഞ്ഞാ? അത്
ആശ്രമം തന്നെ. ഒരു 10-27 ശിഷ്യന്മാരുണ്ടായി. ഇപ്പൊ ഒരൊറ്റ ശിഷ്യന്മാരുമില്ല. ഇപ്പൊ അഭിനയിക്കാൻ ഇത്ര മെനക്കെട്ട് ഇവിടെ വരേണ്ട കാര്യം? അല്ല, അതിപ്പോ എനിക്ക് ഈ സന്യാസം എടുത്തു. ഇനിയിപ്പോ ഒരു വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ സിനിമയിൽ വന്ന് എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ ആയിട്ട് ഒരു വിവാഹം കൂടെ കഴിക്കണം. ഞങ്ങളൊക്കെ ഇരിക്കാണല്ലോ. എല്ലാവരും ഇരിക്കന്നെ. അവിടെ അല്ല, നേരെ അങ്ങോട്ട് ബാക്കിലേക്ക് പോയിക്കോളൂ. ഞങ്ങളൊക്കെ ആദ്യം വന്ന ആൾക്കാരാ. സുഹൃത്തെ, ഇത് ഈ സിനിമയുടെ സംവിധായകനാണ് ശീതളൻ. ആര്? ഇതിന്റെ എല്ലാം സംവിധായകൻ എന്റെ മെയിൻ ആളാ, നടത്തിപ്പ്. അപ്പോ ഇത് നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് മൊയ്തു പടിപ്പുറത്ത്. പഠിക്കുവർത്തോ? അങ്ങ് പാരീസിലെ ലൂമിയർ സഹോദരന്മാർ കൊളുത്തിവിട്ട ആ തീജ്വാല ലോകമെങ്ങും ആളിപ്പടരുമ്പോൾ അതിന്റെ ഭാഗമാകാൻ വേണ്ടി വന്ന നിങ്ങൾക്കേവർക്കും ഡോങ്കി പ്രൊഡക്ഷൻസിലേക്ക് ഹാർദവമായ സ്വാഗതം. അതെ, എവിടെ കത്തിപ്പിടിച്ചു എന്നാ പറഞ്ഞു? പാരീസിലെ ഒരു ഹോട്ടൽ മുഴുവനായിട്ട് കത്തിപ്പിടിച്ചു. മൂപ്പര ഹോട്ടലുണ്ടായോ? മൂപ്പരയിലുണ്ടായോ? ഇല്ല, മൂപ്പരുടെ ഒരു ഏട്ടൻ, മൂത്ത ഏട്ടനാ, ലൂമിയർ സഹോദരൻ. മലയാളത്തില് എന്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്. ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളൊക്കെ ഹോളിവുഡിലാണ്. അപ്പൊ ഈ അഭിനയ രംഗത്ത് തന്നെ ഒട്ടനവധി കലാകാരന്മാര്, ഒരുപാട് പ്രതിഭകള് നമുക്കുണ്ട്. അപ്പൊ ഈ മേഖലയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ ആദ്യം ഉറപ്പിക്കണം. അപ്പൊ ഇത്തരം ഒഡീഷനിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് അതിലൊരു വിജയം കൈവരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിനുള്ള ഒരു ആദ്യ പടിയായിട്ട് ഈ ഓഡീഷൻ നിങ്ങൾ കാണണം. അതിനു മുൻപ് ഇവിടെ അഡ്മിഷൻ ഫീ 1000 rupees ഇവിടെ അഡ്മിഷൻ ഫീ അടയ്ക്കുക. അതിനുശേഷം നിങ്ങളെ വിളിക്കുന്നവര് അതിനനുസരിച്ച് നിങ്ങൾ ഓഡീഷനിൽ പങ്കെടുക്കുക. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും വേണല്ലോ അല്ലേ? എന്തോ അല്ല, എല്ലാ പ്രായത്തിലുള്ള എല്ലാവരും താങ്കൾക്കൊക്കെ അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, പേഴ്സണലായിട്ടൊരു കാര്യം. എന്താ പറഞ്ഞു? ഞങ്ങള് ഭാര്യയും ഭർത്താവ് രണ്ടുപേരുണ്ടേ. ഈ 1000 എന്നുള്ള എന്തെങ്കിലും കുറച്ച് തരാൻ പറ്റുമോ? അല്ല, 2 പേരാണെങ്കിൽ 2000 വരും. മക്കളെ കൊണ്ടുവരാതെ ഇരുന്ന് നന്നായി. അപ്പൊ ആ കാശ് വേണ്ടല്ലോ. അപ്പൊ കാണാം എല്ലാവരോടും. ഇവിടെ പോ. ഞാൻ പൊക്കോളാം. അല്ല, വരൂ, വന്നോളൂ. പൊയ്ക്കോളൂ, ഞാൻ പൊയ്ക്കോളാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? പേര് സത്യാനന്ദ സമാധാന സ്വാമികൾ. അപ്പോ നമ്മളിപ്പോ ഓഡീഷൻ ആരംഭിക്കുകയാണ്. 1000 രൂപ അടച്ചു. 1000 രൂപ അടച്ചു. അത് അടച്ചതിന് ശേഷം ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ. ഇതിനു മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. നാടകത്തില്? നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. പിന്നെ എവിടെയാ അഭിനയിച്ചത്? ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പല പല വേഷമാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കാണിക്കാം. നിങ്ങളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അഭിനയിക്കാലോ. നല്ല ഏതെങ്കിലും ഒരു വേഷം തന്നാൽ മതി. എന്റെ ഈ രൂപത്തിന് പറ്റിയത് അല്ല, രൂപത്തിന് പറ്റിയ വേഷമൊക്കെ തരാം. നിങ്ങൾക്ക് ഒരു ഡയലോഗ് തരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂമെന്റ്സ് തരുമ്പോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടേ? പറ്റും ഞാനല്ലേ പറയുന്നത്. വായുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കാണിക്കണം. അത് കാണിക്കൂ. അതിപ്പോ കാണിക്കാൻ പറ്റില്ല. എന്നാ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംഗതി കാണിക്കാം. ഞാൻ ഇതുവരെ അത് ആരെയും കാണിച്ചിട്ടില്ല. അങ്ങനത്തെ വേണ്ടത്. അങ്ങനെയുള്ള വെറൈറ്റി എന്താണ് ഇങ്ങോട്ട് പോരട്ടെ. ഇതല്ലേ ഇത് കണ്ടോ? ആവുക കുടുംബ കണ്ടു ഇതന്നെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞത്. കാണിച്ചിട്ടെന്തായാലും അല്ല, ഇതിന് പറ്റിയൊരു വേഷം സാറ് തരണം. കാരണം ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ ഈ കുടുംബം മുറിക്കൂ. അതിന്റെ ഒരു ശബദ. അപ്പൊ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ വിവരം അറിയിക്കാം. എങ്ങനെ അറിയിക്കും? ഫോൺ ചെയ്താ പോരെ? ഈ ഫോണില്ലല്ലോ. അഡ്രസ് ഉണ്ടോ? ഞാനിപ്പോ പമ്പയിലാണേ. ഓ, പമ്പയുടെ ഓരത്ത് ഒരു പർണശാല കെട്ടിയിട്ട് അവിടെയാണ് താമസം. അവിടുന്ന് ചിലപ്പോ എനിക്ക് പെട്ടെന്ന് ഹിമാലയത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ എങ്ങനെ അറിയും? അല്ല, അപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അഭിനയിക്കാൻ തന്നെ. അപ്പൊ അതായത് ഇങ്ങനെ എന്തെങ്കിലും വേണം. ഫോണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കണം. ഇപ്പൊ പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമ്പോ വന്നോളൂ കേട്ടോ. ഇപ്പൊ പോയിക്കോളൂ. ശരി. അപ്പൊ ശരി, എനിക്ക് വേഷം ഉണ്ടാവും. ഇവിടെ വന്ന് അന്വേഷിച്ചാൽ മതി. ശരി ശരി, അങ്ങനെ ആവട്ടെ.
വേറെ വല്ല പ്രശ്നമുണ്ടോ? എന്തോ എക്സെൻട്രിക് ആണ് ആള് കുറച്ച്. അടുത്ത ആളെ വിട്ടോളൂ കേട്ടോ. അവിടെ നിന്നോ. ആ മാർക്കിൽ പേരെന്താ? എൻ്റെ പേര് മന്മഥൻ മൈനാക്കപ്പള്ളി എന്നാ. വൈഫിന്റെ പേര്? ശ്യാമള. എന്താ ഭയങ്കര ടെൻഷൻ? ഇല്ല സാർ, അവിടെ അഭിനയിക്കണതാണ് ടെൻഷൻ്റെ. ഇവിടെ ഇപ്പൊ എന്താ ഞങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്? ഞാന് പിന്നെ പോക്കണാങ്കോട് വില്ലേജിൽ വില്ലേജ് അസിസ്റ്റന്റ് ആണ്. ഓ, അപ്പൊ ഇപ്പൊ ഒരു 5 വർഷത്തേക്ക് ലീവ് എടുത്തേക്ക സിനിമയ്ക്ക് വേണ്ടിട്ട്. ആണോ? പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഫാം ഹൗസും അങ്ങനെ കുറച്ച് റബ്ബറും ഒക്കെ ഉണ്ട്. ബിസിനസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് ലീവ് എടുത്തിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രാമയിൽ അങ്ങനെ ചെയ്ത ഒരു വെറൈറ്റി സാധനമുണ്ട്, അതിന്റെ ഒരു പോർഷൻ ഞാൻ ചെയ്തു. കാണിക്കൂ, നോക്കട്ടെ. मेरे जीवन साथी प्यार किए जाए जवानी दीवानी खूबसूरत सिद्धि पड़ोसम सत्यम शिवम सुंदरम सुंदर. നന്നായിട്ടുണ്ട് വളരെ നന്നായി. ഈ ഒരു വേറെ എങ്ങനെ ഇത് ഞാനത് ക്യാരക്ടറിന് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ സാറേ, ഞാന് ഒരുപാട് ഫിലിം ഡയറക്ടേഴ്സൊക്കെ വിളിച്ചിരുന്നു. ജോഷി സാറ്, സിബി സാറ്, കമൽ സാറ്, അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. എന്നിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോ എനിക്ക് അതിന്റെ ഒരു വാശിയായി, ഇത് എന്തെങ്കിലും സിനിമയിലാണ് നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ട് ചെയ്യാം സാർ, പറഞ്ഞോളൂ. സബ്ജക്ട് സബ്ജക്ട് പറഞ്ഞോളൂ. അതായത് നിങ്ങളൊരു ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്, വൈഫ് ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്, ഹസ് മാത്രമാണ് വീട്ടിലുള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റൊരു യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇത് കണ്ട നിങ്ങളുടെ ആ ഒരു വികാരം, എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതും ഒന്ന് കാണിക്കും. അങ്ങനെ ചെയ്യൂല സാറേ, മന്മ അങ്ങനെ ചെയ്യൂല. ഒറിജിനൽ അല്ല സങ്കല്പിക്കാൻ പറയണ. എനിക്ക് സങ്കടം വരും. അയ്യോ, അല്ല കഥാപാത്രമാവും. അങ്ങനെ പറയണ എന്തിനാ? അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നോക്കൂ കേട്ടോ, നമ്മളിത് ആക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. മന്മനെ നോക്കി പറയാം. ഞാനും കൂടെ അഭിനയിക്കാമല്ലോ അല്ലേ? ഞെട്ടല. പറഞ്ഞോളൂ. മന്മു, ആരാണവൾ? പറയൂ, ആരാണവൾ? ശ്യാമളേ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നീ എന്നോട് ക്ഷമിക്കും. അസലായിട്ട് ഗംഭീരം, അസല പെർഫോമൻസ്. നന്നായിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നമുക്ക് ഒരു സിറ്റിങ്ങിന് ഒന്ന് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ആയിക്കോട്ടെ സാർ, താങ്ക് യു. ശരി, അവിടെ ഇരുന്നോളൂ, വെയിറ്റ് ചെയ്തോളൂ. നമസ്കാരം. എന്താ പേര്? മണ്ടോദരി. മുൻപ് എന്തെങ്കിലും പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആക്ടിംഗ് സ്കൂളിൽ 2 വർഷം പഠിച്ചതാ. ഈ കഥകളി ഉണ്ടല്ലോ, കഥകളി, ആ കഥകളിയിലെ നവരസങ്ങളൊന്ന് ചെയ്യൂ. ചെയ്യാം. നവരസങ്ങളോ? ആ കഥകളിയിലെ ആ ചെയ്യട്ടെ. എന്നാ ചെയ്യൂ, നോട്ടെ. ഏതെങ്കിലും വിട്ടുപോയോ സാർ? ഇല്ല. അല്ല, ഏതൊക്കെയോ വിട്ടു. ഇല്ല ചെയ്തു. അപ്പൊ സാറിന് അറിയില്ലല്ലേ? അല്ല, ശാന്തു ഞാൻ കാണിച്ചില്ലല്ലോ. ശാന്തം കാണിച്ചില്ല. അതെ നന്നായിരുന്നു, ഒരു അസല പെർഫോമൻസ്. ഞാൻ അതിൽ ഇൻവോൾവഡ് ആയിപ്പോയി. ശാന്തം കാണിക്കും. അല്ല, ശാന്ത ഇപ്പൊ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ. സാറിന് ഇപ്പൊ ഏത് കാണിച്ചാലും ഒരുപോലെ അല്ലേ? നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. നമുക്ക്
വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം തന്നെ സാർ നമ്മുടെ നായകന്റെ പെങ്ങളുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പോരാ. വളരെ പ്രധാനപ്പെട്ട വേഷം. വേറെ ഡയലോഗ് എന്തെങ്കിലും ചെയ്യണോ? ഒന്നും വേണ്ട. ഇനിയൊന്നും വേണ്ട. എനിക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. നമ്മള് ഏതാണ്ട് സെലക്ട് ചെയ്ത മട്ടാണ്. മന്മൂൻ എന്തായാലും അഭിനയിപ്പിക്കായിരിക്കും. ഞാൻ അത്രയും ശരിയായില്ല. നീ പിന്നെ വീട്ടിൽ പൊളിച്ചടിക്കുന്ന ഒരു നാണമാനം ഇല്ലാതെ അഭിനയിക്കണല്ലേ, പിന്നെ എന്താ ഇപ്പൊ അവരെ മുമ്പിൽ എങ്ങനെ ആയിപ്പോയെ? എന്താന്നാ എനിക്ക് ആകെ ഒരു വിറയലൊന്നും. ഒന്നും പറയണ്ട, ഭയങ്കര തിരക്കായി പോയി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അത്രയും ആളുകൾ, ഒരുപാട് ആളുകൾ വന്നു ഓഡീഷൻ. പക്ഷെ ഒന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ആക്ടേഴ്സ് അല്ല. എനിക്ക് ആകെ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആകെ ഒരു ആശ്വാസം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ്. താങ്കൾ നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അപ്പോ ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം, ഈ എന്റെ പടത്തിലെ നായകനാരെന്നറിയോ? ഇല്ല സാർ. വട്ടവള ജയകുമാറാണ്. സൂപ്പർ സ്റ്റാർ ജയകുമാർ സാറാണ്. എല്ലാ പടങ്ങളും ഞങ്ങൾ കാണാറുണ്ട്. ഞാനത് പുറത്ത് നമ്മളെ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴേ, ഇംഗ്ലീഷ് മൂവി, ഹിന്ദി, തമിഴൊക്കെ ചെയ്യുമ്പോൾ പുള്ളി എപ്പോഴും ആവശ്യപ്പെടും, എനിക്ക് ഇംഗ്ലീഷ് മൂവി ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നൊരു താല്പര്യം പറയാറുണ്ട്. മലയാളത്തിലൊരു മൂവി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണെങ്കിൽ അതിലെ ഈ ജയകുമാർ സാറിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു അനിയൻ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ കുറച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. ഒരു 10 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പുള്ളിക്ക് ഒരു താല്പര്യം ആ ക്യാരക്ടർ ചെയ്യണം. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. പുള്ളി അത്ര വലിയൊരു പെർഫോമർ ഒന്നുമല്ല. പിന്നെ പകരം ഒരാളെ കാണാൻ ഇത്തിരി ഗ്ലാമറൊക്കെയാണ്. അപ്പൊ അതേപോലത്തെ ഒരാൾ വേണം. എന്നാലും എനിക്ക് നോക്കിയിട്ട് ഒരാളെ കാണുന്നില്ല. ഇത് ഇന്നാണ്, ഈ ഓഡീഷൻ കഴിഞ്ഞപ്പോഴാണ്, നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായി. എക്സലന്റ്, അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് ഈ ഒരു ക്യാരക്ടർ നിങ്ങളെ പോലുള്ള ഒരാളാണ് ചെയ്യേണ്ടത്. എനിക്കങ്ങോട്ടെ പിന്നെ ആ ക്യാരക്ടറിന്റെ ഒരു വൈഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, അത് വൈഫിനും ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാം. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും കൂടി കണ്ടപ്പോ ഓക്കെ, ഇനി ഒന്നും നോക്കണ്ട, അതാണ് ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അല്ല സാർ, ഇപ്പം മറ്റേ ആൾ നിൽക്കുകയല്ലേ ചെയ്യാനായിട്ട് ആള്. അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. ആ പാർട്ടി എന്റെ സുഹൃത്തൊക്കെയാണ്. അദ്ദേഹം ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിപ്പോ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഇതാണ് ഇപ്പൊ സാറിന്. അപ്പൊ ഈ കഥാപാത്രം എനിക്ക് തന്ന അയാൾ പൈസ അയാൾ അങ്ങനെ ഇപ്പൊ അയാളെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോ പിന്നെ അയാളെ ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറാവില്ല. ജയകുമാർ സാറിന്റെ കൂടെ ത്രൂ ഔട്ടുള്ള ഒരു കഥാപാത്രം. ഇത് നിങ്ങൾ ചെയ്താലേ ശരിയാവും. നെക്സ്റ്റ് മന്ത് തന്നെ സോങ്ങിന്റെ കുറച്ച് ഭാഗങ്ങൾ ലണ്ടനിൽ പോകേണ്ടി വരും. കുറച്ച് ഒരു 3-4 ദിവസം നിങ്ങൾ സ്റ്റേ ചെയ്താൽ മതി. ഇതിപ്പോ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞങ്ങൾ മുടക്കിയ ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. പിന്നെ ഇതിങ്ങനെ പോകുമ്പോ പിന്നെ പകരം എന്ത് ചെയ്യുന്നുള്ള ഒരു ആലോചന ഇല്ലായില്ല. സാറേ, ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും 10 ലക്ഷം രൂപ തന്നൂന്നിരിക്കട്ടെ, അപ്പൊ നമുക്കത് തിരിച്ച് നല്ല കാര്യമായി. ഇത് എന്റെ പടം എന്ന് പറയുന്നത് തിയേറ്ററിലേക്ക് എത്തേണ്ട കാര്യമില്ല, അതിനു മുമ്പ് ബിസിനസ്. അപ്പൊ നമ്മള് ഇത് പടം ഹിറ്റാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് ഈ പൈസയുടെ കാര്യത്തിലല്ല കേട്ടോ ഞാൻ ഇത് പറഞ്ഞ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് പക്ഷെ അല്ലാതെ പറ്റില്ല. അപ്പൊ ഈ 10 ലക്ഷം രൂപ ഞങ്ങൾ എവിടെ കൊണ്ടുവരണം? ഹോട്ടലിൽ കൊണ്ടുവരണം. ഹോട്ടലിൽ വേണം. ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് വന്നാലോ? വീട്ടിലേക്ക് പോയാലോ? ഞങ്ങളുടെ വീട്ടിലോ? പിന്നെന്താണ്? പിന്നെ ഒരു കാര്യം, സാറ് വരും അവരോട് പറയരുത്. സാറിന് ഇഷ്ടമല്ല. നന്ദി പറയണമെന്ന് അറിയില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ നിങ്ങളോടാണ് നന്ദി പറയുന്നത്, നിങ്ങളെ കണ്ടെത്തിയില്ല ദൈവത്തിനോട് നന്ദി പറയാണ് ഞാൻ. ഓൾ ദി ബെസ്റ്റ്. സന്തോഷം. എന്തായാലും വരുന്നതിന് മുമ്പ് വിളിക്കാം. നമ്പർ ഉണ്ടല്ലോ. മറിമായം